പണ്ട് നമ്മളുടെ ജാതി വ്യവസ്ഥ, നമ്മളുടെ നാട്ടില് കുറെ പേർക്ക് വഴി നടക്കാൻ പാടില്ല, കുറെ പേര് 18 അടി മാറി നടക്കണം, 36 അടി മാറി നടക്കണം. ഈ നടക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ നമുക്കറിയാം, പണ്ട് കൂട്ടുകുടുംബം, അവിടെ വല്യപ്പയും വല്യമ്മയും പുറത്തിരിക്കും. എന്റെ ഉമ്മ ഒന്നും ഉമ്മറത്തിരിക്കുന്നത്, ഉമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഉമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം ഉമ്മറത്ത് കാലുമ്പ കാലിയേറ്റ് വെച്ചിരുന്ന പത്രം വായിക്കണം എന്നായിരുന്നു. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് സാധിച്ചതെന്നാണ്. കാരണം ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് പോലും ഒരു സ്ത്രീക്കും സാധ്യമല്ലായിരുന്ന ഒരു സമൂഹം. അവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ മുഴുവൻ ഭരിക്കുന്നത് ആ പഴയ ഒരു കൾച്ചറാണ്. അതുകൊണ്ട് ഇനി നമ്മളുടെ കുടുംബത്തിൽ ഇപ്പൊ അസ്വസ്ഥതകൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികൾ കൂടുതൽ മയക്കുമരുന്നിനും മറ്റു അടിമകളായി പോകുന്നുണ്ടെങ്കിൽ, പണ്ടുള്ളവർ നല്ലതായിരുന്നത് കൊണ്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പണ്ടുള്ളവർക്ക് അതിനുള്ള സാധ്യത ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് സാധ്യതയില്ലായിരുന്നു, ഒരു ഭാഗത്ത് ഇപ്പോൾ അവൻ സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ലായിരുന്നു, അനുവദിക്കില്ലായിരുന്നു. അപ്പൊ അടിച്ചൊതുക്കി ആ മുറിയിൽ കൊണ്ടുപോയിട്ട് അടച്ചു പൂട്ടിയിട്ടുണ്ടായിരിക്കും, അവൻ അട്ടാദിച്ച് കരയുന്നുണ്ടായിരിക്കും, അത് കഴിഞ്ഞ ഉടനെ തളർന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് നമുക്കറിയാവും, കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിർത്തിക്കോളും. ഇനിയിപ്പോ അവനവിടെ സംസാരിച്ചുകൊണ്ടിരുന്നാലും എനിക്ക് പറയാനുള്ളത് പറയാനും നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാനും കഴിയുന്നത് നമ്മൾ ഒരുപാട് വികസിച്ചത് കൊണ്ടും കൂടിയാണ്. അപ്പൊ ഈ ശബ്ദമുയർത്തുക വളരെ കുറച്ച് കാര്യങ്ങളാണ്. ശബ്ദമുയർത്തി സംസാരിക്കുന്നത് കുറയ്ക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോഴാണ് മനസ്സിലാവുക നമ്മൾ എത്ര കുറഞ്ഞവരാണ്. നമ്മൾ പുസ്തകം വായിക്കുന്നവരും ചിന്തിക്കുന്നവരൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് നമ്മളുടെ ആ ഒരു പഴയ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരാൻ വളരെ പ്രയാസം. നമ്മൾ മതാതീതമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും, ലോകം മുഴുവൻ ഒന്നാണെന്ന് കരുതുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഒരു സംസ്കാരത്തെ വിട്ടിട്ട് നല്ലൊരു മനുഷ്യനാവുക എന്ന് പറയുന്നത് നമ്മളോട് നിരന്തരം സമരം ചെയ്താലേ പറ്റും. അത് നമ്മളുടെ വീട്ടിലായാലും എവിടെ ആയാലും. പ്രത്യേകിച്ച് അത് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നിടത്താണ്. നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പിടികിട്ടുന്നില്ല. കാരണം എന്താ, ഇതിനു മുമ്പ് നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്ന ശൈലി ഇനി പറ്റില്ല. ഇപ്പൊ ഗുരു നിത്യ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, ഇനി വരുന്ന കാലത്ത് നമ്മുടെ മക്കളെ നമ്മൾ കുറച്ചും കൂടി വ്യക്തിത്വമുള്ളവരായിട്ട് വളരാൻ അല്ലെങ്കിൽ വളർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു പണി, നമ്മളുടെ അച്ഛൻ കുപ്പായവും അമ്മ കുപ്പായവും അമ്മാവൻ കുപ്പായവും ഒക്കെ അഴിച്ചു വെച്ച് സൗഹൃദ കുപ്പായം എടുത്തണിയേണ്ടി വരും. അത് നമുക്കില്ല, ഉണ്ടായിരുന്നില്ല. അതായത് മക്കളെ സുഹൃത്തുക്കളായിട്ട് കാണാന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് ഒന്നിച്ചിരുന്ന് ബിരിയാണി കഴിക്കലും കള്ളുപിടിക്കലും ആണെന്നാണ്. എന്നോട് സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ മക്കളെ മുഴുവൻ സുഹൃത്തുക്കളെ പോലെയാണ് കാണുന്നത്, എന്നിട്ട് എന്താണ് പ്രശ്നം തീരാത്തത്? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ പോലെ കാണുന്ന പറഞ്ഞാൽ, ഞാൻ വീട്ടിൽ വെള്ളമടിക്കാറുണ്ട്, ഞാൻ മക്കളെയും വിളിച്ചെത്തി ഒരുമിച്ചിരുന്നാണ് വെള്ളമടിക്കുക. അപ്പോ ഒരു സുഹൃത്തിനെ പോലെ കാണുക എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെയൊക്കെ കൂട്ടലാണ് സൗഹൃദം എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന്റെ കൂടെ കൂട്ടലാണ് സൗഹൃദം. അപ്പൊ നമ്മളെന്താ വലിയ ശരിയാണെന്നാണ്. അപ്പൊ അങ്ങനെ അത്രമാത്രം തെറ്റിദ്ധാരണയിലാണ് ഈ സൗഹൃദം എന്ന് പറയുന്ന ആ ടേം ഇരിക്കുന്നത്. അപ്പൊ പിന്നെ എന്താണ്, എന്നിട്ടും ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടിയാണെന്നാണ് പറയുന്നത്. നമ്മള് കുട്ടികള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എപ്പോഴും മനുഷ്യന്റെ ഒരു പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം. അപ്പൊ ഞാൻ ഇതേ ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം എഴുതാൻ വേണ്ടി തയ്യാറായി, ഒരു കുട്ടിയോട്, എൻ്റെ സുഹൃത്തിന്റെ ഒരു മോനോട് ഞാൻ ചോദിച്ചു, മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്താന്ന് ചോദിച്ചപ്പോ ആ മോൻ എന്നോട് പറയാണ്, മുതിർന്നവരവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമന്റെ പ്രശ്നം ഞാൻ പറയാം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കുട്ടികളോടൊക്കെ വളരെ മര്യാദക്ക് പെരുമാറുന്ന ഉത്തമനായ മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പൊ അവൻ പറയാണ്, മുതിർന്നവരവിടെ നിൽക്കട്ടെ,
ഷൗക്കത്ത് മാമൻ്റെ പ്രശ്നം ഞാൻ പറയാം. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം? ഇപ്പോൾ ഒരു ഷൗക്കത്ത് മാമൻ വീട്ടിൽ വരുമ്പോൾ എന്നോട് എന്നെ ചേർത്ത് പിടിക്കും, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കും, മിഠായി തരും, നന്നായി പഠിക്കണമെന്ന് പറയും, പാട്ട് പാടണം എന്നൊക്കെ പറയും. ഒക്കെ നല്ല സ്നേഹത്തിലാണ് എന്നോട് പെരുമാറുക. 9 വയസ്സുള്ള കുട്ടിയാണ് പറയുന്നത്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കും, സോഫയിൽ വന്നിരിക്കും. ആ സോഫയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കും. അപ്പോൾ ഒരിക്കലും ഷൗക്കത്ത് മാമൻ എനിക്ക് ഐ കോണ്ടാക്ട് തരാറില്ല. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോഴാണ് ഞാൻ പിന്നെ നോക്കണേ സംസാരിക്കുമ്പോൾ. കാരണം ഇത് അവൻ പറയണത് എൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാറില്ല. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അതെന്താണ് എൻ്റെ കണ്ണിൽ നോക്കാത്തത്? അപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് വിവരമില്ലാഞ്ഞിട്ടല്ലല്ലോ. ഞാൻ അപ്പം തന്നെ ഒരു 15 പുസ്തകം എഴുതിയിട്ടുണ്ട്. നടന്ന് നാട്ടിൽ മുഴുവൻ നടന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ കുറവ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാ കുട്ടി എനിക്ക് പറഞ്ഞു തരേണ്ടി വന്നു. നമ്മൾ മുതിർന്നവർ വിചാരിക്കുന്നത് നമ്മളൊക്കെ പ്രായത്തിൽ മുതിർന്നു വരുന്നു എന്നതുകൊണ്ട് നമ്മൾ വ്യക്തിത്വമുള്ളവരും വിവരമുള്ളവരും ആയി തീരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വടകര ഭാഗത്ത് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ക്ലാസ്സിൻ്റെ മുൻപിലിരുന്നിട്ട് ഒരു പെൺകുട്ടി നല്ല ഉഷാറായിട്ട് സൂഫിസത്തെ കുറിച്ചാണ് ക്ലാസ്. ഒരു 14 വയസ്സ് കണ്ടേ ഉള്ളൂ. വളരെ ഉഷാറായിട്ടിരുന്നിട്ട് അത് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അത്ഭുതമായി. അപ്പോൾ എനിക്ക് ആ കുട്ടീനെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അവള് സ്കൂളിലെ ഒരു തലവേദനയാണ്, ഒരു ടീച്ചർ പറഞ്ഞു. അപ്പം എല്ലാ ചോദ്യം ചോദിക്കും. അപ്പോൾ അവളവിടെ ഫേമസ് ആയതിനൊരു കാരണമുണ്ട്. അവളുടെ സ്കൂളിൽ ഒരു വലിയൊരു സെലിബ്രിറ്റി വന്നു, ഒരു കലോത്സവം ഉദ്ഘാടനം ചെയ്യാനോ എന്തിനുമായിട്ട്. അപ്പം ആ സമയത്ത് അയാൾ നിന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ മുൻപിൽ ബെഞ്ചിട്ടിട്ടാണ് കുട്ടികളൊക്കെ ഇരിക്കുന്നത്, കുറേ മാറിയിട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഏതായാലും കരണ്ട് പോയി, അപ്പോൾ മക്കളെല്ലാവരും അടുത്തേക്ക് വാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് സദസ്സിൽ നിന്ന് കൈപൊക്കി. അപ്പോൾ അവൾ ചോദിച്ചു എന്തായെന്ന് ചോദിച്ചു. അല്ല സാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരാൾ വന്നാൽ പോരെ, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ എല്ലാവരും കസേര നീക്കി അങ്ങോട്ട് വരണ്ടേ? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടേയില്ല. കാരണം എന്താ, നമ്മളെപ്പോഴും മുതിർന്ന ആളുടെ അടുത്തോട്ട് ബാക്കിയുള്ളവരൊക്കെ വന്നോളണം. അപ്പൊ നമ്മൾക്ക് കോമൺ സെൻസ് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും വർക്ക് ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹൈറാർക്കിയാണ്. മുതിർന്ന ആൾ പറഞ്ഞാൽ നിങ്ങൾ കേട്ടുകൊള്ളണം. മുതിർന്നവർ പറയുന്നത് കുട്ടികൾ അനുസരിക്കുന്നില്ല. എല്ലാവരുടെയും പരാതിയാണ്. പറയുന്നത് എന്ത് അനുസരിക്കുന്നില്ല. അനുസരിക്കലാണ് ശരിയായ വഴിയെങ്കിൽ ആ കുട്ടി ചോദിച്ച ചോദ്യം തെറ്റാണ്, തൻ്റെ അടിയാണ് അവള്. കാരണം ഇത്രയും വലിയൊരു സെലിബ്രിറ്റി വന്ന് നിൽക്കുമ്പോൾ സാറ് ഇങ്ങോട്ടേക്ക് വരില്ലേ നല്ലത്, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഈ ബെഞ്ചും ഡെസ്കൊക്കെ നീക്കി വരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു സോറി മോളെ, ഞങ്ങളോട് ആരും ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടുമില്ല, ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ഞങ്ങൾ കാലങ്ങളായിട്ട് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നവർ മുഴുവൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന് ചിന്തിപ്പിച്ചതിന് മോൾക്ക് നന്ദി. ഇതാണ് പാരന്റിങ്ങിന്റെ ആദ്യത്തെ പാഠം. നമ്മുടെ മുമ്പിലിരിക്കുന്നത് കുട്ടികളെ എന്ന് വെച്ച് കുട്ടികളെ തിരുത്തണ്ടേ? തീർച്ചയായിട്ടും തിരുത്തണം. നമ്മളെ തിരുത്തേണ്ടതുപോലെ കുട്ടികളെയും തിരുത്തേണ്ട ഇടങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്, പണ്ടത്തെ കുടുംബങ്ങളില് കുടുംബത്തിന്റെ കേന്ദ്രം കുടുംബത്തിലെ കാർന്നോരായിരുന്നു. ആ കുടുംബത്തിലെ കാർന്നോരുടെ മൂഡിനനുസരിച്ചിട്ടാണ് ആ വീട് ഫംഗ്ഷൻ ചെയ്യുക. അയാൾക്ക് ദേഷ്യം വന്നാൽ എല്ലാവരും മിണ്ടാണ്ടിരിക്കും, അയാൾക്ക് സന്തോഷം വന്നാൽ എല്ലാവർക്കും സന്തോഷം. ഇന്ന് അത് നേരെ തിരിഞ്ഞിട്ട് വീടിന്റെ കേന്ദ്രം കുട്ടിയായി. കുട്ടിയുടെ മൂഡിനനുസരിച്ച് വീട് നടക്കുക. അതിന്റെ എക്സ്ട്രീം ഫാസിസാണ്. 2 തരം ഫാസിസാണ്. നമ്മളങ്ങനെ കുട്ടികളെല്ലാം സംബന്ധിച്ചൊന്നും കൊടുക്കരുത്. വീട്ടില് തിരുത്തേണ്ടത് തിരുത്തണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. കുട്ടികൾ കരയും. കുട്ടികളുടെ 90% കരച്ചിലും തന്ത്രമാണ്, ഒറിജിനലല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവര് കരയണമെങ്കിൽ അവിടെ കിടന്ന് കരയട്ടെ എന്ന് തീരുമാനിക്കേണ്ട ഇടങ്ങളുണ്ട്. നമ്മൾ മൃഗങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, മൈൻഡ് ചെയ്യില്ല. ചില വലിയ പാറയുടെ മുകളിൽ നിന്ന് ചില മൃഗങ്ങൾ താഴത്തേക്കങ്ങ് വെള്ളത്തിലേക്ക് ചാടും. ബോളിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം നോക്കി നിൽക്കുമ്പോൾ
ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കും. ചാടിയ കാല് പൊട്ടാം, എന്ത് ചെയ്യാം. പക്ഷെ അങ്ങനെ ചാടിപ്പിച്ചിട്ടാണ് ആ കുട്ടികളെ ഏത് ഉയരങ്ങളിൽ നിന്ന് ചാടാനും വെള്ളത്തിൽ നീന്താനും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളാണ് ആധുനിക കാലത്തെ ഏറ്റവും പ്രശ്നമുള്ള മാതാപിതാക്കൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. കുഞ്ഞുങ്ങൾക്കൊപ്പം ജീവിക്കണം. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുട്ടി ഉണ്ടായി. ഇപ്പൊ നാളെ എൻ്റെ ഒരു സുഹൃത്ത്, ആള് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആള് പറഞ്ഞു, ഞാനൊരു 6 മാസം ലീവ് എടുത്തിരിക്കുകയാണ്. അവള് പ്രസവിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് 6 മാസം ലീവ്? ഇല്ല, ഒരു 6 മാസം കുഞ്ഞിനെ ഒന്ന് നോക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, എന്തിന്? വീട്ടിലാരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ ലീവ് എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കുക. കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ ഒരുപാട് നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പണ്ട് കാലത്ത് മുതിർന്ന ഒരാൾ വീട്ടിൽ അസ്വസ്ഥമാവാതിരിക്കാനാണ് ആ വീട്ടിലത്തെ എല്ലാവരും ശ്രദ്ധിക്കുക. വല്യപ്പാക്ക് ദേഷ്യം പിടിക്കൂട്ടാ, മിണ്ടാതിരിക്കുക, ബഹളം ഉണ്ടാക്കല്ലേ. അമ്മാവന് ദേഷ്യം പിടിക്കും, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് ഇന്ന് കുട്ടി കേന്ദ്രമായി. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു സ്ഥലത്താണ് റിയലായിട്ടുള്ള പാരന്റിങ്. പറയേണ്ടത് പറയണം, പക്ഷെ പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥരായതുകൊണ്ടായിരിക്കരുത് പറയേണ്ടത്. പണ്ട് ഒരു വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകത്തില് ഒരു ചോദ്യം ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ തല്ലാമോ? അപ്പൊ അതിനുള്ള മറുപടി, അടിക്കേണ്ടതുണ്ടെങ്കിൽ അടിക്കാം, പക്ഷെ നിങ്ങളുടെ അസ്വസ്ഥത മാറ്റാനായിരിക്കരുത്, നിങ്ങൾ സ്വസ്ഥനായിരിക്കണം. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പോയി നിങ്ങളെ സ്വസ്ഥമാക്കുക. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായി തിരിച്ചു വന്നിട്ട് ആ കുട്ടിക്ക് സ്വസ്ഥമായിരിക്കുന്ന മനസ്സ് പറയണം, ഇപ്പൊ ഒരു അടി കൊടുത്തോ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ അടിച്ചോളാം. അപ്പൊ നമ്മൾ പരമാവധി അടിയുടെ ടോൺ മാറും. പക്ഷെ നമ്മൾ എന്നും കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചിരുന്നത് കുഞ്ഞുങ്ങൾ മാറാൻ വേണ്ടിയിട്ടായിരുന്നില്ല, നമ്മുടെ അസ്വസ്ഥത മാറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി എന്നോട് പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഷൗക്കത്ത് മാമൻ ഐ കോണ്ടാക്ട് തരാത്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുട്ടികളെ പരിഗണിച്ചിട്ടില്ല. നമ്മളെപ്പോഴും കുട്ടികളെ പരിഗണിച്ചിട്ടുള്ളത് നമുക്ക് സ്നേഹം വരുമ്പോൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹം വരുമ്പോൾ നമ്മൾ ഏറ്റവും സമാധാനത്തിലിരിക്കുമ്പോഴാണ് നമ്മൾ കുട്ടികളെ സ്നേഹിക്കും, അവരെ തലോടും, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ റിയലായിട്ട് നമ്മൾ സ്നേഹത്തോടെ ഇരിക്കുമ്പോഴാവട്ടെ, അസ്വസ്ഥതയോടെ ഇരിക്കുമ്പോഴാവട്ടെ, ഏത് മൂഡിലിരിക്കുമ്പോഴും തൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടി വെറും ഒരു കുട്ടിയല്ല എന്നും അത് എന്നെപ്പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആണെന്നും തിരിച്ചറിഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ്. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ തിരുത്താതിരിക്കലല്ല. ഇപ്പൊ നേരത്തെ മറ്റേ അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെയാണ് ഇപ്പൊ കഴിയുന്നത്, എന്നിട്ടും അവനക്ക് എന്നോട് പ്രശ്നമാണ്. നിങ്ങൾ പലയിടത്തും പ്രസംഗിക്കുന്നുണ്ടല്ലോ, നമ്മൾ കുട്ടികളെ സുഹൃത്തുക്കളെ പോലെ ആക്കണം. ഞാൻ അന്ന് മുതൽ സുഹൃത്തുക്കളെ പോലെ ആക്കാൻ തീരുമാനിച്ചു. ഞാൻ സുഹൃത്തിനെ പോലെ ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്നിട്ടും അവൻ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഈ സുഹൃത്തുക്കൾ? ഇല്ല, ഞാൻ വെള്ളടിക്കാതിരിക്കുമ്പോൾ അവനെയും കൂടി ഇരുത്താറുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സുഹൃത്തിനോട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സുഹൃത്ത് ഒരു തെറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ സുഹൃത്താണെങ്കിൽ നമ്മൾ പറയാം, അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, നീ പേടിക്കണ്ട, നീ വാ എന്ന് പറയും. പക്ഷെ ഒരു ഭാര്യയോട് പറയില്ല, ഒരു ഭർത്താവിനോട് പറയില്ല, മക്കളോട് നമ്മളത് പറയില്ല. ഒരു ഫ്രണ്ടിനോട് മാത്രമാണ് നമ്മൾ, നീ ചെയ്ത തെറ്റും ശരി അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് നീ വിഷമിക്കാതിരിക്കും, നമുക്കൊരു വഴി ഉണ്ടാക്കാം, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് പിടിക്കുക സുഹൃത്തിനെ മാത്രമാണ്. അതുകൊണ്ടാണ് ലോകത്തിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സൗഹൃദമാണെന്ന് പറയുന്നത്. നമുക്ക് ഈ സൗഹൃദം നമുക്കില്ലാതെ പോകുന്നത് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിലും ടീച്ചർമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഈ സൗഹൃദമില്ല, ഈ ആജ്ഞാപിക്കലേ ഉള്ളൂ. അപ്പുറത്തിരിക്കുന്ന ഒരാളെ നമ്മളൊരു സുഹൃത്തിനെ എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് കേൾക്കും. പക്ഷേ ഭാര്യയെ കേൾക്കില്ല, ഭർത്താവിനെ കേൾക്കില്ല, കുട്ടികളെ കേൾക്കില്ല. കാരണം നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു കുട്ടിയോട് സൗഹൃദം സ്ഥാപിക്കുക എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം,
ഒരു കുട്ടിക്ക് നമ്മളോട് പറയാനുള്ളത് മുഴുവൻ ഇടയിൽ കയറാതെ കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ സമ്മതിക്കില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് നമുക്ക് തലച്ചോറിന് ശീലമില്ലാഞ്ഞിട്ടാണ്. നമ്മളൊരു കുട്ടി വന്ന് നമ്മളോട് അവരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ, അപ്പൊ സ്കൂളിലത്തെ കാര്യമാവാം, എന്തും ആവാം, പറയാൻ തുടങ്ങുമ്പോൾ ഇടയിൽ വെച്ച് നമ്മളത് കട്ട് ചെയ്യും. നമ്മൾ പറയും ശരി 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 കേട്ടോ, ഇനി മോൻ പോയിരുന്ന് കളിക്ക്, നമുക്കൊക്കെ ശരിയാ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ക്ഷീണിക്കും. നമുക്കത് ലിസൺ ചെയ്ത് നമുക്ക് ശീലമല്ല. ഒരു കുഞ്ഞിനെ സുഹൃത്താക്കുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം അത് കുഞ്ഞിനെ മാത്രമല്ല കേട്ടോ, അത് ഭാര്യയായാലും ഭർത്താവായാലും അമ്മയായാലും പ്രായമായവർ, വീട്ടിലുള്ള ഏറ്റവും പ്രായമായവരെ, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും പ്രായമായവരെയും ഏറ്റവും പ്രായം കുറഞ്ഞവരെയും തുല്യതയോടെ കണ്ട് പെരുമാറുന്ന ആളാണ് നല്ല മനുഷ്യൻ. മനുഷ്യനെ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല നിർവചനം. പണ്ട് ഞാൻ ഗുരുനിത്യയുടെ കൂടെ ഒരു യാത്ര പോകുമ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ഗുരു പെട്ടെന്നൊരു വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി ചെല്ലുക. വലിയൊരു ബംഗ്ലാവാണ്. അവിടെ ഗുരുവിന്റെ ഒരു സ്റ്റുഡന്റ് താമസിക്കുന്നുണ്ട്. അപ്പൊ നേരെ ചെന്ന് അദ്ദേഹം ഹാളിലിരുന്നു. അപ്പോൾ പെട്ടെന്ന് പറയാതെ ഗുരു കയറി വന്ന് കണ്ടിട്ട് ആകെ പ്രശ്നമായി അവർ. ഗുരു സമയം ഇരുന്നിട്ട് പറഞ്ഞു, ഉമ്മ എവിടെ? ഇപ്പൊ നല്ല പ്രായമുള്ള ഒരു ഉമ്മയുണ്ട്, ഉമ്മ എവിടെയൊക്കെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ എല്ലാവരും ഓടുന്നു, മുറി ശരിയാക്കണു. ഗുരു നേരെ മുറിയിലേക്ക് പോയി. അവിടുത്തെ ഒരു വല്യമ്മ, ഒരു 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ സുഖമില്ലാതെ എടുക്കണം. ഉമ്മ ഉടനെ ഗുരു ഒരു കസേരയിട്ട് അടുത്തിരുന്ന് ഈ വല്യമ്മയായിട്ടിരുന്ന് വർത്താനം പറയാൻ തുടങ്ങി, കൈ തലോടാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞ് എഴുന്നേറ്റെന്നാൽ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ ആ അമ്മ ആ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഗുരു എത്ര നാളായി എന്നറിയോ ഞാൻ ഒരാളോട് കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ തിരക്കില്ലാതെ സംസാരിച്ചിട്ട്. ഇവരെല്ലാവരും എല്ലാം ചെയ്തു തരുന്നുണ്ട്, പക്ഷെ ആരും എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ചു നേരം സംസാരിക്കാൻ ആർക്കും സമയമല്ല. അപ്പൊ എന്നിട്ട് ഗുരു മുറിയിൽ പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ ലൈബ്രറി ഒക്കെ ഉണ്ട് ഇവിടെ, വലിയ ലൈബ്രറി ഉണ്ട്, നിങ്ങൾ പ്രഭാഷകനാണ്. ലൈബ്രറി ഉണ്ട്, നിങ്ങൾ പ്രഭാഷകനാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഉമ്മയുടെ അടുത്ത് ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുക, അപ്പൊ മാത്രമേ നിങ്ങൾ നല്ല മനുഷ്യനാവുന്നുള്ളൂ, നല്ല മകനാവുന്നുള്ളൂ. ഇതേപോലെയാണ് നമ്മുടെ മക്കള് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു തീരുന്നത് വരെ ഇടയിൽ കയറാതെ കേട്ടുകൊണ്ടിരിക്കാം. ഉത്തരം പറയരുത്, പരിഹാരം പറയരുത്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കുമായിരിക്കും. പക്ഷെ അത് മുഴുവൻ കേട്ടിരിക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ ഉണ്ടാക്കിയെടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നായിരിക്കും നമ്മൾ ഏറ്റവും നന്നായി കിടന്ന് ഉറങ്ങുന്ന ദിവസം. പക്ഷെ ആ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ഭയങ്കര സംഘർഷമായിരിക്കും. നമുക്ക് കുട്ടികളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല നമുക്ക് മറ്റുള്ളവരോടൊന്നും മര്യാദക്ക് പെരുമാറാൻ പറ്റാത്തത്. നമുക്ക് ശീലമില്ലാഞ്ഞിട്ടാണ്. നമുക്കെപ്പോഴും നമുക്ക് മുകളിലുള്ളവരെ മാത്രമേ കേട്ട് ശീലമുള്ളൂ. നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മളെക്കാൾ പ്രായത്തിൽ കൂടിയ, അല്ലെങ്കിൽ നമ്മളെക്കാൾ പൊസിഷനിൽ കൂടിയ, നമ്മളെക്കാൾ പണമുള്ള, നമ്മളെക്കാൾ ഏതെങ്കിലും രീതിയിൽ ജാതിയിൽ കൂടിയ, അങ്ങനെയൊക്കെ ആവാം, ഏതെങ്കിലും രീതിയിൽ നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്ന ആളുകളെ ഒരു ക്ഷീണമില്ലാതെ കേട്ടുകൊണ്ടിരിക്കാൻ ബ്രെയിനിന് കഴിയും. ഞാൻ ബ്രെയിനിന്റെ കാര്യം പറയും. പക്ഷെ ബ്രെയിനിന് ശീലമില്ലാത്തൊരു കാര്യം, നമുക്ക് താഴെ എന്ന് തോന്നുന്നവരെ പറഞ്ഞിട്ടേ ശീലമുള്ളൂ, കേട്ടിട്ട് ശീലമല്ല. അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നതൊക്കെ മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ താഴെയാണ്. അതുകൊണ്ട് സ്ത്രീകളെ ലിസൺ ചെയ്യാൻ പുരുഷന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഗായത്രി. ഊട്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 28-29 വയസ്സ് പ്രായത്തില്, അപ്പൊ അവര് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ ഗായത്രി എന്നോട് ചോദിച്ചു, എന്താണ് ഷൗക്കത്തിന്റെ കണ്ണിലേക്ക് നോക്കാത്തെ? ഒന്ന് എന്നെ നോക്കി ഒന്ന് കേൾക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം കേൾക്കും, പിന്നെ ഉടനെ വിഷയം മാറ്റുകയാണ്. ഞാൻ അപ്പോഴേ റിയലൈസ് എന്താണെന്ന് അറിയോ? കാരണം ഒരു സ്ത്രീയെ
കേട്ടിരുന്ന് ശീലിച്ചിട്ടില്ല. ഗുരുവിനെ മാത്രമേ കേട്ടിരുന്ന് ശീലിച്ചിട്ടുള്ളൂ. ഗുരുവിനെ നമ്മൾ കേട്ടിരിക്കും. ഒരു സ്ത്രീക്ക് പറയാനുള്ളത് മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ കയറും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ നമുക്ക് പിന്നെ സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മളങ്ങ് അവഗണിക്കും. അതുകൊണ്ട് സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്നത് ദേവിയായിട്ട് കാണുമൊന്നുമല്ല. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിരിക്കാൻ. ഇത് നമ്മൾ പുരുഷന്മാരൊന്ന്, ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാർ എത്ര നാള് പ്രാക്ടീസ് ചെയ്തിട്ടാണെന്നറിയാം ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. എളുപ്പമല്ല അത്. അതേ സംഭവമാണ് കുട്ടികൾ. അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തില് അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളായിട്ടുള്ള ബന്ധം, കുടുംബത്തിലുള്ള ബന്ധമൊക്കെ സുഗമമാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മിനിമം നമ്മളിൽ വരുത്തേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, കുട്ടികൾക്ക് പല തെറ്റുകളും പറ്റും. വീഴാതെ ഒരാളും നടന്നിട്ടില്ല രണ്ട് കാര്യം. എത്രയോ തവണ മൂക്കിടിച്ചും നെഞ്ചിടിച്ചും വീണിട്ടാണ് നമ്മൾ രണ്ട് കാലിൽ എണീറ്റൊരു ദിവസം നടക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് കുട്ടികൾ തെറ്റ് പറ്റുമ്പോൾ ഉടനെ തന്നെ അവരെ പഴിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതിൻ്റെ അർത്ഥം അവര് തെറ്റ് ചെയ്തത് ശരിയാണെന്നല്ല. ഉടനെ തന്നെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ഡയലോഗുകൾ വളരെ നെഗറ്റീവാണ്. നിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ വളർത്തുന്നത്, അല്ലെങ്കിലും എനിക്കറിയാം ഇങ്ങനെ അവരങ്ങ് പഴിച്ച് അവരൊന്നിനും കൊള്ളാത്തവരാക്കി മാറ്റും. അതുകൊണ്ട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അവരാരെങ്കിലുമായിട്ട് വഴക്കിടുകയോ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ ആദ്യം തന്നെ അവരോട് വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ടോൺ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ നിലവിളിച്ച് സംസാരിക്കുന്നത് മാറ്റിവെക്കണം എന്ന് പറയുന്നത് പോലെ കുറ്റപ്പെടുത്തലുകൾ, പെട്ടെന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു രീതി നമ്മൾ മാറ്റണം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മോൻ നിന്ന് സംസാരിക്കുകയാണ്. അവൻ പറയാണ്, വീട്ടിൽ ജീവിക്കാൻ ഭയങ്കര പാടാണ്. അവൻ പറഞ്ഞു തുടങ്ങണം, ആരോ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷെ എന്താണ് പാട്? എൻ്റെ കൈ തട്ടി ഒരു ഗ്ലാസ് പൊട്ടി. ഗ്ലാസ് പൊട്ടിയത് അമ്മ ചീറിങ് വന്നു. എന്നിട്ട് എന്നെ ഭയങ്കര വഴക്കാണ്. നിന്നൊക്കെ എന്തിനാണ് ജനിപ്പിച്ചത്, നീയൊക്കെ എത്ര വില കൊടുത്ത് വാങ്ങിച്ച ഗ്ലാസ് ആണെന്നറിയോ, ഒന്നും ഇവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞ് ഞാനാകെ തകർന്നുപോയി. അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു, അമ്മയുടെ കൈ തട്ടിയാണ് അത് പൊട്ടിയെങ്കിൽ അമ്മ എന്ത് പറയും? അമ്മയുടെ കൈ തട്ടിയാണ് അത് പൊട്ടിയിരുന്നെങ്കിൽ അമ്മ എന്നെ പറഞ്ഞതുപോലെ അമ്മയെ പറയോ? ഒരിക്കലും പറയില്ല. അമ്മ പറയും, അയ്യോ എന്റെ കൈ തട്ടി പൊട്ടിപ്പോയി, കഷ്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് അത് അടിച്ച് വൃത്തിയാക്കിയിട്ട് മാറ്റിയിടും. അടുത്തതാണ് എനിക്കിഷ്ടപ്പെട്ടത് അടുത്തതാണ്. വീട്ടിൽ വന്നൊരു ഗസ്റ്റിന്റെ കൈ തട്ടിയിട്ടാണ് അത് വീണ് പൊട്ടിയതെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ്, ആ ഗസ്റ്റ് ആകെ അസ്വസ്ഥാവും. അവരുടെ കൈ തട്ടി ഗ്ലാസ് പൊട്ടിയാൽ ഗസ്റ്റ് എന്തായാലും അസ്വസ്ഥാവുന്നത് കണ്ട ഉടൻ നമ്മൾ പറയും, നിങ്ങൾ വിഷമിക്കണ്ട. ഫസ്റ്റ് വാക്ക് അതാണ്, ഈ വിഷമിക്കണ്ട കേട്ടോ, നിങ്ങളിങ്ങനെ അസ്വസ്ഥാവണ്ട, വെറും 150 രൂപയുടെ ഗ്ലാസ്സാണ്. ഗ്ലാസ് ആയാൽ പൊട്ടും, ഗ്ലാസ്സാണ്, അത് താഴെ വീണാൽ പൊട്ടും, അറിയാതെ കൈ തട്ടി പൊട്ടും. നിങ്ങൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചാലല്ലോ. അവിടെ നിങ്ങൾ അവിടെ സമാധാനമായിട്ടിരിക്കും. നമ്മൾ ആദ്യം ഒരു കുട്ടിയായിട്ട് അത് പറയുന്നത്. ആ ഗസ്റ്റിനെ നമ്മൾ സ്വസ്ഥമാക്കും. എന്നിട്ട് നമ്മളത് അടിച്ചു വാരി കൊണ്ടുപോയി കളഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുന്ന് വർത്താനം പറയും. എന്നിട്ട് അവൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു വേണ്ട ആളാണ് ഞാൻ അമ്മയ്ക്ക്. ഞാനൊരു കുട്ടിയാണ്, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ എൻ്റെ കൈ തട്ടി പൊട്ടി. കുറച്ച് സമയത്തേക്ക് വീട്ടിൽ വന്നു പോകുന്ന അതിഥിയോട് പെരുമാറിയതിൻ്റെ ഒരു 100-ൽ1 അംശമെങ്കിലും എന്നോട് പെരുമാറിക്കൂടെ? നമ്മുടെ ഒരു റിയൽ പാരന്റിങ്ങിലേക്കുള്ള, നമ്മൾക്ക് കുട്ടികളാണ് നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് നല്ല മുതിർന്ന ആളാവേണ്ടത് എന്നുള്ള പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ കുട്ടികൾക്ക് എന്ത് തെറ്റുപറ്റിയാലും, അവരിഞ്ഞ് കഞ്ചാവ് വലിക്കുകയോ മയക്കമരുന്ന് കഴിച്ചതോ ഒക്കെ നമ്മൾ അറിഞ്ഞു എന്ന് കരുതാം. നമ്മൾ അറിഞ്ഞു എന്ന് അറിഞ്ഞുമ്പോൾ അവര് റെസ്റ്റ്ലെസ് ആവുമ്പോൾ അവരെ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി. അവരെ കാമാക്കുക.
സാരല്ല, കുട്ടികളായാൽ തെറ്റുകൾ പറ്റും. ഞാനിപ്പോഴും ഓർക്കും ഗുരു പറഞ്ഞിട്ടുള്ളത്, വീഴുന്നത് ഒരു തെറ്റല്ല, വീഴുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. പക്ഷെ എഴുന്നേറ്റ് നടക്കാതിരിക്കലാണ് തെറ്റ്. അതുകൊണ്ട് ഒരാളുടെയും വീഴ്ചയെ നമ്മൾ പഴിക്കരുത്. വീഴ്ചകൾ ഉറപ്പായിട്ടുണ്ടാവും, നമുക്കൊക്കെ ഉണ്ടാവും. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു അമ്മ എണീറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് എന്ത് ചെയ്യാനും ഭയങ്കര ദേഷ്യമാണ് മക്കൾക്ക് വീട്ടില്, അതൊന്ന് മാറ്റാൻ എന്താ ചെയ്യാ? അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മയ്ക്കോ? എനിക്ക് പിന്നെ എപ്പോഴും ദേഷ്യം തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എന്ന് പറയുന്നത് ഒരു 12 വയസ്സ് 13 വയസ്സ് പ്രായം. അവൻ 13 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ഈ 13 വയസ്സ് പ്രായമുള്ള മകൻ ദേഷ്യം പിടിക്കുമ്പോൾ അവനൊരു ദേഷ്യമുണ്ടാക്കുന്ന ശരീരത്തിലും മനസ്സിലും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവനൊരു ധാരണ ഉണ്ടായി വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 3 മക്കളുണ്ട്, ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, അത്രയും ജീവിത പരിചയം ഉണ്ടായി. ഇത്രയും വർഷം ജീവിച്ചിട്ടും നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ദേഷ്യം പിടിച്ചിട്ടും ആരോടാണോ ദേഷ്യം പിടിച്ചത് അവർക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, മൊത്തം അന്തരീക്ഷം കലുഷമായിട്ടേ ഉള്ളൂ. ഈ അനുഭവം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇത്രയും അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് പോലും ഇപ്പോ ഒരു ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ 13 വയസ്സായ കുട്ടി ദേഷ്യം പിടിക്കുന്നത് തെറ്റാണെന്ന് പറയാനുള്ള എന്ത് റൈറ്റാണ് നമുക്കുള്ളത്? ആദ്യം നമ്മളൊരു 2 കാലിൽ നിൽക്കണ്ടേ? നമ്മൾ നമ്മളുടെ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ, ഒരു കാര്യത്തിന് പൊട്ടിത്തെറിച്ച് വഴക്ക് പറയുമ്പോൾ, ഞാൻ അത്തരം കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിനോട് ഞാൻ വഴക്ക് പറയുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നയപരമായ സമീപനം, കുട്ടികളെ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, നയപരമായി കുട്ടികളോട് ഇടപെടുന്ന പുതിയ ഒരു ശൈലി ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കളും മുതിർന്നവരും കുട്ടികളോട് ഉണ്ടാക്കിയെടുക്കുക. ഈ നയപരമായ ശൈലി ഉണ്ടാക്കിയെടുക്കാനാണ് അവരുടെ സുഹൃത്താവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ആ അമ്മ ഇപ്പം ഇത്രേ സമയം ഇരുന്ന് കാണിച്ചത്, ഇപ്പോൾ മോളായിട്ട് കൊടുക്കുന്നതൊക്കെ നയപരമായ ഒരു ശൈലിയാണ്. ഇതൊരു ആധുനികമായ ഒരമ്മയുടെ ലക്ഷണമാണ്. പഴയ അമ്മയാണെങ്കിൽ 2 കൊടുത്ത് അകത്താക്കലാണ്. ഇപ്പം അതല്ല, കുറച്ച് സമയം ഇവിടെ ഇരുന്ന് മോളോട് സംസാരിച്ചു നോക്കി, അപ്പോൾ അവൾക്ക് എണീറ്റ് നടക്കണം. കുറേ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് കഴിയുന്നത്ര മോളോട് കാലുഷ്യത്തോടെ ഇടപെടാതെ, മുഖം കറുപ്പിക്കാതെ, ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിൽ അവളെ ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇത്രയും സമയം അമ്മ നടത്തിയത് ആ കുട്ടിയോട്. അത് എളുപ്പമല്ല, പഴയ പോലെ എളുപ്പമല്ല, അടിച്ചൊതുക്കിയിട്ടല്ല, ഒരു വലിയൊരു തപസ്സാണ്. ഈ ഒരു നയത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ശബ്ദമുയർത്തി നിലവിളിക്കുന്ന നമ്മളുടെ സ്വഭാവത്തെ എന്ത് വില കൊടുത്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാരണം അതാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. വലിയ ഡിപ്രഷനുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് ആധുനിക പഠനമാണ്, ഈ ശബ്ദമുയർത്തി സംസാരിക്കാൻ. 2, ആദ്യം കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മളുടെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് കുറ്റം കണ്ടുപിടിക്കുക, പെട്ടെന്ന് കുറ്റപ്പെടുത്തുക, കുറ്റം കണ്ടുപിടിച്ച് കുറ്റപ്പെടുത്തുക, അപ്രീഷിയേറ്റ് ചെയ്യുകയേ ചെയ്യില്ല. പിന്നെ 3, കുട്ടികൾ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ലിസൺ ചെയ്യാം. നമ്മൾ തിരിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നേരെ തിരിച്ച് അവർ പറയുന്നത് എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. അപ്പൊ അവരെന്ത് പറയുമ്പോഴും എന്തും ആയിക്കൊള്ളട്ടെ, അത് മുഴുവൻ കേട്ടിരിക്കാൻ, പരിഹാരം പറഞ്ഞു കൊടുക്കരുത് ആദ്യം. ഈ ഒരു 3 കാര്യങ്ങൾ. 4-മത്തെ കാര്യം, കുട്ടികളെ സ്പർശിക്കൽ വളരെ കുറവാണ്. ഇപ്പം പുതിയ കാലത്തെ പഠനം സ്പർശിക്കുന്നുണ്ട് സ്നേഹത്തോടെ. പ്രത്യേകിച്ച് 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുക, ചേർത്ത് പിടിക്കുക. ഒന്നിനും വേണ്ടിയല്ലാതെ അവർക്കൊപ്പം സമയം ചെലവഴിക്കുക. പഠിക്കാൻ കൂടെ ഇരിക്കലല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പണ്ട് നമ്മൾ
താഴം കളിച്ചും എന്തെങ്കിലും അവരുടെ കളികളുടെ കൂടെ നമ്മൾ കൂടുക. അവർ നമ്മളെന്തെങ്കിലും കളിക്കാൻ വിളിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ ഈ പുസ്തകം എഴുതുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്, മുതിർന്നവരിൽ നിന്ന് എന്താണ് മോള് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചപ്പോൾ ഒരു മോൾ എന്നോട് പറഞ്ഞത്, അച്ഛനമ്മയോട് എൻ്റെ കൂടെ ഇടയ്ക്കൊന്ന് കളിക്കാൻ വരാൻ പറയുമോന്ന്. ചെറിയൊരു കാര്യം ചോദിക്കും, സമ്മാനം വാങ്ങിച്ചു തരണമെന്നോ മൊബൈൽ വാങ്ങിച്ചു തരണമെന്നോ അല്ല. അപ്പോൾ അച്ഛനമ്മ പറഞ്ഞു, അതിന് എവിടെ സമയം, നമ്മൾ സമയം ഉണ്ടാക്കണം. കുട്ടികളുടെ കൂടെ ഒന്നിച്ചിരുന്ന് കളിക്കുക. ഈ കുടുംബങ്ങളിൽ വീട്ടിലുള്ള എല്ലാവരും, എത്ര പ്രായ വ്യത്യാസമുള്ള എല്ലാവരും വട്ടത്തിലിരുന്ന്, പണ്ടൊക്കെ നമുക്ക് ചില കളികളുണ്ടാവും, തായം കളിക്കുക, പലതരം കളികൾ വീടുകളിൽ വട്ടത്തിലിരുന്ന് കളിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് നമ്മളുടെ ഓരോ മനുഷ്യരുടെയും ബോധത്തിലുണ്ടാക്കുന്ന അയവ്. നമ്മൾ നേരത്തെ പറയല്ല, സൗഹൃദം. ഇങ്ങനെയുള്ള താഴം കളിക്കല്, പഴയ ഏതെങ്കിലും തരത്തിലുള്ള ഹിംസാത്മകമല്ലാത്ത കളികൾ കുട്ടികൾക്കൊപ്പം ഇരുന്ന് കളിക്കുക. എപ്പോഴും അവരെ ഈ പഠിക്കലും പഠിപ്പിക്കലും പരീക്ഷ എഴുതലും ഈ കോമ്പറ്റീഷന്റെ മാത്രം ലോകത്തിലേക്ക് തളച്ചിട്ടിട്ട് നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്ര സംഘർഷത്തിലാണ് പുതിയ കുട്ടികളുള്ളത് എന്നാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മുടെ കുട്ടികൾ ഇത്ര നോർമലായിട്ട് ജീവിക്കുന്നത് അത്ഭുതമാണെന്നാണ്. നമ്മളിപ്പോൾ കുറച്ച് കുട്ടികൾ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകുമ്പോൾ അത്ഭുതപ്പെടുമ്പോൾ, കുട്ടികളെ കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത് കുറച്ച് കുട്ടികളെങ്കിലും ഇവിടെ നോർമലായിട്ട് ജീവിക്കുന്നത് വണ്ടറാണെന്നാണ്. തിരിച്ചാ പറയും. അത്ര അബ്നോർമലാകാവുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണുള്ളത്. ഒന്നാമതൊരു കുഞ്ഞിനെ, കാരണം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുന്നത് അവരുടെ ഈഗോയാണ്. നമ്മളുടെ മക്കൾ സമാധാനത്തോടെ ഇരിക്കണം എന്നുള്ളതല്ല നമ്മുടെ പലപ്പോഴും ലക്ഷ്യം, നമ്മൾ ജയിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് പ്രായം, ഒരുപാട് സ്നേഹമുള്ളവർ പോലും ജയിക്കാൻ വേണ്ടി മക്കളെ ബലി കൊടുക്കാൻ പോലും തയ്യാറാണ്. അവർ വേദനിക്കുന്നുണ്ടോ, അവരത് ബാധിക്കുമോ എന്നൊന്നും നോക്കാതെ അവരവർക്ക് ജയിക്കാൻ വേണ്ടി എന്ത് നിലവിളിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് വീട്ടിലായാലും പുറത്തായാലും മാതാപിതാക്കൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഹാർമണി, ഈ ഒരു പ്രശ്നത്തെ സമൂഹം വികസിച്ച് വരുമ്പോഴാണ് സംഘർഷം കൂടുക എന്ന് നമ്മൾ അറിയണം. ആധുനിക കാലത്ത് മനുഷ്യർ മോശമായതുകൊണ്ടല്ല, നമ്മൾ കൂടുതൽ വെളിച്ചമുള്ളവരായി വരുമ്പോഴാണ് ഇരുട്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുക. ഞാൻ എപ്പോഴും പറയും, ഒരു സ്ഥലത്ത് ഞാനിത് സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ പുതിയ കാലമാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നു. അപ്പോൾ പഴയ കാലത്ത്, നിങ്ങൾ പുതിയ കാലത്ത് പത്രമൊന്നും വായിക്കാറില്ലേ? എത്ര റേപ്പ് കേസുകളാണ് ഇപ്പോൾ പത്രത്തിൽ വരുന്നത്, പണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, റേപ്പ് കേസായത് ഇപ്പോഴാണ്, പണ്ടത് റൈറ്റ് ആയിരുന്നു. നമ്മൾ ജാതിയെക്കുറിച്ച്, പണ്ട് റേപ്പുകളൊന്നും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആരും പുറത്തു പറയില്ല പേടിച്ചിട്ട്. ഇന്ന് പുറത്തു പറയാൻ തുടങ്ങുകയും അത് കേസാക്കുകയും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തത് ആധുനിക കാലത്താണ്. പണ്ടെല്ലാവരും മകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അമ്മയോട് അച്ഛനോട് വന്ന് പറഞ്ഞാൽ, മോളെ ആരോടും പറയണ്ട, മിണ്ടാതിരുന്നോ സാരല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലത്ത് നിന്ന് ചെറുതായിട്ട് കണ്ണുരുട്ടി നോക്കിയാൽ പോലും എല്ലായിടത്തും പറയുന്ന ഒരു മാറ്റത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളുടെ കുട്ടികളുടെ സംഘർഷങ്ങളും ഒക്കെ, ഇന്നിപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു, ദേഷ്യം പിടിക്കുന്നു. അവൻ എന്നെ നോക്കിയിട്ട് എന്നോട് ദേഷ്യത്തിൽ സംസാരിച്ചു. ഒരു അച്ഛൻ എന്നോട് പറയാം, പണ്ടൊക്കെ നമ്മൾ നമ്മുടെ അച്ഛന്മാരുടെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരിക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ മുഖത്ത് നോക്കി ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മളുടെ മുഖത്ത് നോക്കി എത്ര ദേഷ്യത്തിൽ സംസാരിച്ചാലും നമ്മൾ അവരുടെ തലയടിച്ച് പൊട്ടിക്കില്ലെന്ന് അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുതിർന്നവര് അവരുടെ തലയടിച്ച് പൊട്ടിക്കില്ല എന്നും, അടിച്ച് മുറിയിൽ കൊണ്ടുപോയി ഇടില്ല എന്നും, പട്ടിണിക്കിടില്ല എന്നും, തിരിച്ചുപദ്രവിക്കില്ല എന്നുള്ള വിശ്വാസം പുതിയ മുതിർന്നവരിൽ കുട്ടികൾക്കുള്ളത് കൊണ്ടാണ് അവർ നമ്മളുടെ കണ്ണിൽ നോക്കി നിലവിളിക്കുന്നത്, പൊട്ടിത്തെറിക്കുന്നത്. പണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കാതിരുന്നിരുന്നത് പ്രായമായവരോട് ബഹുമാനം ഉണ്ടായതുകൊണ്ടല്ല, ഭയന്നിട്ടായി, പേടിച്ചിട്ടാണ്. എവിടുന്ന് അടി വരിക എന്നറിയില്ല, അതുകൊണ്ടാണ്. പല
പല കാര്യത്തിലും ഈ ആധുനിക സമൂഹത്തിലേക്ക് കുട്ടികൾ വന്നപ്പോൾ അവരുടെ മുൻപിലുള്ള ചോയ്സുകൾ നെഗറ്റീവായിട്ടുള്ള മയക്കുമരുന്നായിട്ടും പലതായിട്ടുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതിലൊക്കെ അവർ പോയി വീഴും, ഉറപ്പായിട്ടും വീഴും. ഈ വീഴ്ച ഇല്ലാതെയാക്കാൻ കൂടുതൽ വീഴ്ചകൾ ഒരുപാട് കൂടുതലാണ്. അതിലൊക്കെ അവർ പോയി വീഴും, ഉറപ്പായിട്ടും വീഴും. ഈ വീഴ്ച ഇല്ലാതെയാക്കാൻ, കൂടുതൽ വീഴാതിരിക്കാൻ നമ്മൾ മയക്കുമരുന്നിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അത് നമ്മളേക്കാൾ നന്നായിട്ട് അവർക്കറിയാം. ഏത് രീതിയിലൊക്കെ ബ്രെയിനിൽ. ഞാൻ ഈ കുറ്റിപ്പുറത്തുള്ള ഇല എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. ഇതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സെന്ററാണ്. അവിടെ മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന ദോഷത്തെ കുറിച്ചിട്ടുള്ളൊരു ക്ലാസ് നടക്കുമ്പോൾ തിരൂര് നിന്ന് ഒരു പയ്യൻ വന്നു. അപ്പൊ എല്ലാവരും അവനെ തുറച്ചു. ആ പരിസരത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്. അവൻ ഈ ക്ലാസ്സിൽ വന്നില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പിയായി. കാരണം അവൻ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലോ. അപ്പൊ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഇവനറിയാം. ആൾ എണീറ്റ് നിന്നിട്ട് ഇവനോട് ചോദിച്ചു, എന്താണ് ഈ ക്ലാസ്സിൽ വരാനുണ്ടായ പ്രചോദനം എന്താണെന്ന്. അപ്പൊ അവൻ പറഞ്ഞ മറുപടി എന്താന്ന് പറഞ്ഞിട്ട്, പുതിയ വല്ല മരുന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാമെന്നാണ്. ഒരു കുഴപ്പമില്ലാതെ അവൻ പറയുന്നു. 15 വയസ്സുള്ള മോൻ പറയാണ്, ആ ഒരു പേടിയില്ലാതെ അവൻ എത്രമാത്രം അഡിക്റ്റഡ് ആണെന്ന് നോക്കണം. അവന് പുതിയ വല്ല മരുന്നിനെ കുറിച്ച് പറയുന്നുണ്ടോ എന്നവൻ അതും കൂടി പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബോധവൽക്കരണം കൊണ്ട് അവരെല്ലാവരും അങ്ങ് തള്ളി മാറ്റി നിർത്തിയിരിക്കാം. ഇങ്ങനെ തള്ളി മാറ്റും തോറും അവർ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടും, കുറ്റപ്പെടുത്തും തോറും. അപ്പൊ അവരെ നമ്മൾ മെല്ലെ മെല്ലെ നയപരമായി വേണം തിരിച്ചു കൊണ്ടുവരാൻ. കാരണം ഒരു മനുഷ്യന് ഇപ്പൊ ബ്രെയിനിനെ കുറിച്ചിട്ടൊക്കെയുള്ള പഠനം നടത്തുന്നവർ പറയുന്നത്, ബ്രെയിൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് നല്ല ഫ്രണ്ട്സിനെയാണ്. കാരണം ബ്രെയിൻ അനുഭവിക്കുന്ന ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഒരാൾക്ക് കൊടുക്കുക നല്ല സൗഹൃദങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് വരുമ്പോൾ, ഇപ്പൊ ഈ മോനൊക്കെ അവൻ വളർന്നു വരുമ്പോൾ അവന്റെ വീട്ടിലുള്ള അച്ഛനമ്മമാരും അവൻ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും അവന്റെ നല്ല സുഹൃത്തുക്കളായ ആ സൗഹൃദം തന്നെയായിരിക്കും അവന്റെ ഏറ്റവും. ഇപ്പൊ ഇവൻ ഇവിടെ വന്നിട്ട് അടങ്ങിയൊതുങ്ങിയിരുന്ന നടന്നിരുന്ന കുട്ടികൾ, അവനാണ് ഇപ്പൊ എല്ലാവർക്കും ഇത് കൊണ്ടുനടക്കുന്നതിലേക്ക് എത്തിച്ചത്. അവൻ ഓടിച്ചാടി ബഹളം ഉണ്ടാക്കി നടക്കുമ്പോൾ കുറ്റപ്പെടുത്താതിരുന്നതുകൊണ്ടാണ്. ഇതിന്റെ ഇടയിൽ അവനെ കുറ്റപ്പെടുത്താവുന്ന ഒരുപാട് സന്ദർഭങ്ങളിലൂടെ അവനെ കസാര എടുത്ത് പൊക്കുന്നു, അവിടെ എടുത്ത് വെക്കുന്നു, പലതും അവൻ ചെയ്തിട്ടുണ്ട്. ആരൊന്നും വേണ്ടിയിട്ടില്ല. ഇപ്പൊ ഇത്രയും സമയം കഴിഞ്ഞപ്പോൾ അവൻ അവൻ വളരെ നോർമലായി. ഇത്രയും ടൈം നമ്മൾ കൊടുത്തത് കൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒരു സമയത്ത് അവനെ നമ്മൾ കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ആ കുറ്റപ്പെടുത്തിയതിൽ അവൻ സ്റ്റക്കാവും. ഇനിയിപ്പോ അവനായിരിക്കും ഇനിയിപ്പോ ഇവിടെ കുറച്ചു നേരം കഴിഞ്ഞ് കസാരൊക്കെ എടുത്ത് കയറ്റിട്ട് ഇടാൻ അവൻ ഓക്കെയാണ്. കാരണം എന്താ, നമ്മളെ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ അതിന് കുറച്ച് സമയം കൊടുക്കണം. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ സംസാരം കൂടി കേൾക്കാനുണ്ട്. ഒന്ന്, നമ്മൾ കുട്ടികളോട് പൊട്ടിത്തെറിച്ച് ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എന്ത് വില കൊടുത്തും കുറയ്ക്കുക. 2, നമ്മുടെ കുട്ടികളെ അവരെന്ത് തെറ്റ് ചെയ്താലും ആദ്യം കുറ്റപ്പെടുത്താതിരിക്കുക. ആദ്യം അവരെ ചേർത്ത് പിടിക്കുക. നമുക്ക് ശരിയാക്കാം എന്ന് പറയാം. എങ്ങനെയാണോ ഒരു അതിഥി വീട്ടിൽ വന്നപ്പോൾ ഗ്ലാസ് പൊട്ടിയപ്പോൾ ആദ്യം ആ ഗ്ലാസ് പൊട്ടിയതിൽ അസ്വസ്ഥയായ അതിഥിയെ ആദ്യം റിലാക്സ്ഡ് ആക്കിയിട്ടാണ് പിന്നീട് പരിഹാരത്തിലേക്ക് പോയത്. അതുപോലെ നമ്മുടെ മക്കളെ ആദ്യം തന്നെ അവർ തെറ്റ് ചെയ്യുമ്പോൾ, അവർ വീണു പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ച് നമുക്ക് ശരിയാക്കാം, മോള് വിഷമിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. ഇതാണ് സൗഹൃദത്തിന്റെ ലക്ഷണം. എന്ന് വെച്ചാൽ നീ എന്തു ചെയ്തോന്ന് സമ്മതിക്കല്ല. അതിന് നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. നാച്ചുറലായിട്ട് വരില്ല. 4, ഒന്നിനും വേണ്ടിയല്ലാതെ അവർക്കൊപ്പം
നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ ദേഷ്യങ്ങളും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ നീരസങ്ങളൊക്കെ എടുത്തെറിയാനുള്ളവരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. അതൊക്കെ മാറ്റിവെച്ച് അവരെ ഒരു ഇൻഡിവിജ്വലായി കണ്ട് ഒരു വ്യക്തിയോടെന്ന പോലെ പെരുമാറാൻ നമുക്ക് കഴിയണം. ഇതിലേതെങ്കിലുമൊക്കെ ചെറിയ അളവിലേക്ക്, ഇതൊന്നും മുഴുവൻ അളവിലൊന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതല്ല, ചെറിയ അളവിലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആരോടും, കുട്ടികളോട് മാത്രമല്ല, അത് സ്ത്രീകളോടാവാം മുതിർന്നവരോടാവാം, ആരോടും പങ്കുവെക്കാനുള്ള ഒരു ഉള്ള് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്നും നമ്മളിലുള്ളതല്ല. കാരണം എന്താണെന്നറിയോ? മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം ഞാൻ മാത്രമാണ് ശരിയെന്നാണ്. ഈ ലോകത്ത് ഞാനാണ് ശരി, ബാക്കിയൊക്കെ തെറ്റാണെന്നാണ് തലച്ചോറ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്ക് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം. നീ ശരിയാണ്, ഓക്കെ, അതേപോലെ ആ കുട്ടിയും ശരിയാണ്, ആ ഭാര്യയും ശരിയാണ്, ഭർത്താവും ശരിയാണ്, എല്ലാവരിലും ശരികളുണ്ട്, അതിനെയും കൂടി നീ റെസ്പെക്റ്റ് ചെയ്യണം, മാനിക്കണം എന്ന ഒരു വെളിച്ചത്തിലേക്ക് വരാൻ, അതിനൊരു ക്ഷമ ഉണ്ടാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ ഇതുപോലെയുള്ള, ഇപ്പൊ സുരേഷൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെയുള്ള വീടിന്റെ ഉമ്മറത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസത്തിലൊരിക്കലെങ്കിലൊക്കെ മനുഷ്യരിങ്ങനെ വട്ടം കൂടിയിരുന്ന് സ്ഥിരം ജീവിച്ചു പോകുന്ന ജീവിത ശൈലിയിൽ നിന്നും മാറി ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഇടങ്ങൾ ഓരോ ഗ്രാമത്തിലുണ്ടായി വരേണ്ടതുണ്ട്. ഞാനിപ്പോഴും പണ്ട് ഗുരു പറഞ്ഞത് ഓർക്കുകയാണ്. ഗുരു പറയുന്നത് എന്താണ് ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനം? ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തനം എന്താണെന്നുള്ള ചോദ്യത്തിന് ഗുരു പറഞ്ഞത്, വ്യത്യസ്തരായ മനുഷ്യര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കലാണ് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം എന്ന്. ഒന്നും പറയുന്നില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള, വ്യത്യസ്തമായ ചിന്തകളുള്ള മനുഷ്യര് ഒരു സ്ഥലത്ത് കുറച്ച് സമയം ഇങ്ങനെ വട്ടത്തിലിരുന്ന് വെറുതെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മളുടെ തലച്ചോറിലൊരു അയവുണ്ടാകും. ആ അയവ് കുറച്ചും കൂടി മര്യാദയോടെ നമ്മളോട് ചേർന്നിരിക്കുന്നവരോട് പെരുമാറാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കും. അതുണ്ടാക്കട്ടെ, അത് നമ്മളിലെല്ലാം ഉണ്ടാവട്ടെ. ഇത് നിരന്തരം തുടരേണ്ട ഒന്നാണ്. അപ്പോൾ അത്രമാത്രം നിരന്തരം ശ്രദ്ധയോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് കൊള്ളാവുന്ന മനുഷ്യരാവാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ബോധത്തിലുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ എല്ലാവർക്കും നമസ്കാരം.